വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പൊക്കിളിന് താഴെയായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള കുറച്ച് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഇതേ പ്രഗ്നൻസി ലക്ഷണങ്ങൾ തന്നെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും പീരിയഡ്സ് ആകുന്ന സമയത്തും ഉണ്ടാകും. അപ്പോൾ ഈ പ്രഗ്നൻസി ലക്ഷണങ്ങളെ പീരിയഡ്സിന്റെ ആണോ പ്രഗ്നൻസിയുടേതാണോ എന്ന് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ജോയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ജോയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒട്ടും തന്നെ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ വോയിസ് ചാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് അയക്കണം, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ജോയിൻ ബട്ടൺ ഇനേബിൾ ആക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാം ഗ്രൂപ്പാണ്. നിങ്ങൾ അതിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് 89 രൂപയോടോ 159 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെലിഗ്രാമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. യാതൊരു തരത്തിലുള്ള നമ്പേഴ്സോ ഫോൺ കോൺടാക്ട്സോ ഒന്നും നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും സെക്യൂർ ആയിട്ടുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് ജോയിൻ ആകാവുന്നതാണ്. ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം തന്നെ പേയ്മെന്റ് നടത്തുക. ശേഷം 89 159 രൂപയ്ക്കാണ് കേട്ടോ മെമ്പർഷിപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് എഗെയിൻ നിങ്ങൾ ഒന്നുകൂടി ചാനലിൽ കയറി നോക്കുക. അതിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ താഴേക്ക് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ടെലിഗ്രാമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സിന്റെയും പ്രഗ്നൻസിയുടെയും ആയിട്ട് നമുക്ക് അടിവയറിന്, നമ്മുടെ പൊക്കിളിന് താഴെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ ഒന്നാണ് അടിവയറ് വേദന. നമ്മളുടെ പൊക്കിളിന് താഴെയുള്ള ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ഈ ഒരു വേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു വേദന നമുക്ക് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമോ അതിനുശേഷമുള്ള സമയങ്ങളിലോ ആയിരിക്കും ഇത്തരത്തിലുള്ള അടിവയർ വേദന ഉണ്ടാവുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ അടിവയർ വേദന ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ ആകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു യൂട്രസിന്റെ ലൈനിങ് ഒന്ന് തുറന്നിട്ട് ഇത് ഇരിക്കുന്നത് പോലെയാണല്ലോ. അതായത് അവിടെ ഒന്ന് അതിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കംഫർട്ട് സോൺ അവിടെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നത്. ഇനി ഇപ്പോൾ ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ, അതായത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ആ സമയങ്ങളിൽ നമ്മൾ പീരിയഡ്സ് അടുക്കുന്ന ആ ഒരു സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വേദന വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ ആ ഒരു കുഞ്ഞ് ഒന്ന് ഗ്രോ ആകുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടാം. കാരണം നമ്മുടെ യൂട്രസ് ഒന്ന് ചുരുങ്ങിയിരിക്കുകയാണല്ലോ. ഈ ചുരുങ്ങിയിരിക്കുന്ന ആ ഒരു യൂട്രസ് ഒന്ന് വളരുമ്പോൾ അവിടെ ഒരു ജസ്റ്റ് ആ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്തും ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ലോവർ അബ്ഡമൻ പെയിൻ ഉണ്ടാകും. നമുക്ക് പൊക്കിളിന് നേരെ താഴെയായിട്ടുള്ള ഭാഗത്തായിരിക്കും നമുക്ക് ഈ വേദന ഉണ്ടാകുന്നത്. ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലോ ചിലപ്പോൾ റൈറ്റ് സൈഡിലോ ആദ്യത്തെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സ്റ്റേജിൽ നമുക്ക് ഉണ്ടാകാം. അതിനുശേഷം നമുക്ക് ആ ഒരു പൊക്കിളിന് നേരെ താഴെയുള്ള ഒരു ഭാഗത്തായിരിക്കും വേദന അനുഭവപ്പെടുന്നത്. ഇനി പീരിയഡ്സ് ആകുന്ന സമയത്ത് നമുക്ക് ഈ വേദന അനുഭവപ്പെടുന്നത് എപ്പോഴും നമ്മുടെ യൂട്രസിൽ നിന്ന് കോൺട്രാക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിലെ HCG ഹോർമോണിന്റെ അളവ് ഒന്ന് ഡ്രോപ്പ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് ഒന്ന് ഷെഡ് ചെയ്തോളാൻ നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കിട്ടും. ഈ ഒരു സിഗ്നൽ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് ഒന്ന് ഷെഡ് ആവാനായിട്ട്, അത് യൂട്രസിന്റെ ലൈനിങ് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങും. ആ പോകാനായിട്ട് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് ഒന്ന് ഷെഡ് ആവുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്ഷൻസും പെയിനും ഒക്കെ അനുഭവപ്പെടുന്നത്. ഈ ഒരു പെയിൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനകം നമുക്ക് പീരിയഡ്സ് വന്നു തുടങ്ങും. അതല്ല പ്രഗ്നൻസിയുടെ പെയിൻ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു മന്ത് ഫുള്ളും അതുപോലെ തന്നെ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഭാഗങ്ങളിലും നമുക്ക് ഈ ഒരു വേദന ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ തുടയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നതാണ്. തുടയുടെ ഭാഗം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇടുപ്പ് കഴിഞ്ഞിട്ട് താഴെയുള്ള ഒരു ഭാഗത്ത്, കാലിൽ ആ തുടയുടെ ഭാഗത്തിന്റെ ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് നല്ലതുപോലെ വേദന ഒന്ന് അനുഭവപ്പെടും. കാരണം എന്താണെന്ന് പറയുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു യൂട്രസ് ഒന്ന് സ്ട്രെച്ച് ആവാനായിട്ട് തുടങ്ങുന്ന ഒരു സമയത്ത്, കാരണം ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. നമ്മുടെ യൂട്രസ് അത്രയും നാൾ വരെ, അറൌണ്ട് ഒരു 22 ഇയേഴ്സ് വരെ ഒക്കെ നമ്മൾ ആ ഒരു പ്രഗ്നന്റ് ആവുന്ന ഒരു ഏജ്, ആ ഒരു ഏജ് വരെയൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ നിൽക്കുന്ന നമ്മുടെ യൂട്രസ് ഒന്ന് സ്ട്രെച്ച് ആവുന്നതിന്റെ ഭാഗമായിട്ട് യൂട്രസും അതിന് ചുറ്റുമുള്ള മസിൽസും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവാനായിട്ട് തുടങ്ങും. നമ്മുടെ പെൽവിസിന്റെ ഭാഗത്തൊക്കെ ആ ഒരു സ്ട്രെച്ചിങ് നമുക്ക് ഫീൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അതുമൂലം നമ്മുടെ തുടയുടെ ഭാഗത്ത്, നമ്മുടെ ഇടുപ്പിന് കീഴ്പോട്ടുള്ള ഭാഗത്ത് നമുക്കൊരു വേദന അനുഭവപ്പെടും. ഒട്ടുമിക്ക സ്ത്രീകൾക്കും പീരിയഡ്സ് ആകുന്ന സമയത്തും ഈ ഒരു വേദന അനുഭവപ്പെടാറുണ്ട്. ആ ഒരു ഭാഗം കൊണ്ട് വിട്ടു പോകുന്നത് പോലുള്ള ഒരു വേദനയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും 2-3 ദിവസത്തിന് ശേഷം പീരിയഡ് ആവുകയുമാണ് ചെയ്യാറ്. എന്നാൽ അങ്ങനെ അല്ലാത്തവർക്ക് പീരിയഡ്സ് മിസ് ആവുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ സാധ്യതയായിട്ടും കാണാറുണ്ട് കേട്ടോ.
അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് ബാക്ക് പെയിൻ ആണ്. ഈ ഒരു ബാക്ക് പെയിൻ നമുക്ക് അനുഭവപ്പെടാനായിട്ടുള്ള കാരണം നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ആ ഒരു ഭാഗമായിട്ട് നമുക്ക് വയറിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത് പോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും ഏകദേശം നമ്മുടെ ആ ഒരു സ്പൈനൽ കോഡിന്റെ ആ ഒരു എൻഡിങ് പോർഷനിൽ നമുക്ക് ആ ഒരു വേദന അനുഭവപ്പെടും. കാരണം ഈ ഒരു സ്ട്രെച്ചിങ്ങിന്റെ എഫക്ട് നമുക്ക് പുറകിലും ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ഒരു എഫക്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഭാഗം സ്ട്രെച്ച് ചെയ്യുന്നത് മൂലം നമുക്ക് വേദനകളൊക്കെ അനുഭവപ്പെടും. ഏർലി സ്റ്റേജിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മുടെ ബാക്കിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു യൂട്രസിന്റെ ഭാഗത്തും വേദന പലർക്കും ഉണ്ടാകുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു സിംറ്റംസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പീരിയഡ്സ് മിസ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. പീരിയഡ്സ് മിസ് ആയതിനു ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കാലിലെ വേദന അനുഭവപ്പെടുക. തുടയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കാലിന്റെ ആ ഒരു പാദത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഉപ്പൂറ്റി നമ്മുടെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗത്തോ വേദനകൾ അനുഭവപ്പെടും. നമ്മൾ ആ ഒരു ഏർലി സ്റ്റേജിൽ ഉണ്ടാകുന്ന കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലമോ അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെ ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നത്. ഈ കാലുവേദനയും ഒട്ടുമിക്ക സ്ത്രീകൾക്കും പീരിയഡ്സിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലും ഉണ്ടാവാറുണ്ട്. നമുക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഒരുപാട് കോൺട്രാക്ഷൻസ് നമ്മുടെ യൂട്രസിൽ നടക്കുന്നത് സ്വാഭാവികമാണ്. ഈ ഓരോ കോൺട്രാക്ഷൻസും നമുക്ക് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ആ ഒരു ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ചില സ്ത്രീകൾ പറയാറുണ്ട് നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും ജസ്റ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടിംഗ് വരാറുണ്ട് എന്ന് പറയാറുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു സ്പോട്ടിംഗ് ചിലപ്പോൾ മാറുന്നത് ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് ആയിട്ടായിരിക്കും. എന്നാൽ ചില സ്ത്രീകളിൽ അത് ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് അല്ലാതെയും മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള സ്പോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രിമെൻസ്ട്രൽ സ്പോട്ടിംഗ് ആയിട്ട് മാറാറുണ്ട്. പ്രിമെൻസ്ട്രൽ സ്പോട്ടിംഗ് ആണ് നമുക്ക് ഉണ്ടായതെങ്കിൽ, അതായത് പീരിയഡ്സ് ആകാൻ പോകുന്നതിന് മുൻപുള്ള ചെറുതായിട്ടുള്ള സ്പോട്ടിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ ഒരു സ്പോട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസത്തിനകം നമുക്ക് എന്തായാലും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രീവിയസ് മന്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ബ്ലീഡിംഗ് ഒക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു, ലോ മെൻസ്ട്രൽ ബ്ലീഡിംഗ് അല്ല നമുക്ക് ഉണ്ടായതെങ്കിൽ നമുക്ക് ഈ ഒരു തവണയും അത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കഴിഞ്ഞ മാസം കറക്റ്റ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിട്ടും ഈ മാസം ജസ്റ്റ് ഒരു സ്പോട്ടിങ്ങേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് ഇംപ്ലാന്റേഷൻ നടന്നതിന്റെ ഭാഗമായിട്ടോ ഇനി ഇൻ കേസ് പ്രഗ്നൻസി ആയിട്ട് നമുക്ക് പ്രൊജസ്ട്രോണിന്റെ ഡെഫിഷ്യൻസീസ് മൂലം മൈൽഡ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടാകുന്നതോ ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ വന്നതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 5 ദിവസത്തിനകത്തും നിങ്ങൾക്ക് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ആയിട്ടില്ല എങ്കിൽ, അതായത് പീരിയഡ്സിന് ഉണ്ടാകുന്ന ഫ്ലോ പോലെ നിങ്ങൾക്ക് ബ്ലീഡിംഗ് കാണപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. വളരെയധികം ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കില്ല. കാരണം രാവിലേക്ക് ശേഷമുള്ള ആ ഒരു യൂറിനിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു HCG ഹോർമോണിന്റെ കണ്ടന്റ് കിട്ടാനായിട്ട് ഒരുപാട് സാധ്യത കുറവാണ്. സാധാരണ രാവിലെ ആകുന്ന സമയത്ത്, നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് പ്രഗ്നൻസി ഹോർമോണുകളെല്ലാം അതിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് പലർക്കും മോണി സിക്നസ് ഒക്കെ ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴുള്ള ആദ്യത്തെ യൂറിൻ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ HCG ഹോർമോണിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ആ യൂറിൻ വെച്ചിട്ടുള്ള നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അതല്ലാതെ നമ്മൾ രാവിലെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമുള്ള സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നിങ്ങൾ രാവിലെയാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതെങ്കിൽ ഒരു 4 മണിക്കൂറോളം വെള്ളം കുടിക്കാതെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ലിക്വിഡ്സ് ഒക്കെ കഴിക്കാതെ ഇരുന്നിട്ടോ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.